A+2 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പല ആനുകാലിക വിഷയങ്ങളും മുമ്പും ഈ ചാനലിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകൾ അവതരിപ്പിച്ചിരുന്നു. തുടർന്നും അത്തരം എപ്പിസോഡുകൾ ഉണ്ടാകും. ആനുകാലിക വിഷയങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നുകൊണ്ട് ഒരു ജന ഉപകാരപ്രദമായ ഒരു ചാനലിന് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ വർത്തമാനകാല വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടുള്ള വിവരമാണ്. പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. വഖഫ് നിയമത്തെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വിവരം. വളരെ മുമ്പ് ഈ എപ്പിസോഡുകൾ ചെയ്യണം എന്ന് കരുതിയിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് കൊണ്ട് തന്നെ വഖഫിനെക്കുറിച്ച് ഒരു പൊതു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെ മുൻനിർത്തിയുള്ള എപ്പിസോഡാണ് ഇന്നത്തേത്. എന്താണ് വഖഫ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ മുനമ്പത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചില യുക്തിപരമായ തീരുമാനങ്ങളിൽ ഇല്ലെങ്കിൽ വിശകലനങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ. വഖഫ് നിയമത്തിൻ്റെ പശ്ചാത്തലം ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. മുനമ്പത്തെക്കുറിച്ചിട്ടുള്ള വിവരം അടുത്ത എപ്പിസോഡിൽ പൂർണ്ണമായും വിവരിക്കുന്നുണ്ട്. കാരണം ഒറ്റ എപ്പിസോഡിൽ ഇതെല്ലാം കൂടി ചേർക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. വഖഫ് എന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതൊരു ഇസ്ലാമിക കൺസെപ്റ്റാണ്. ഇതൊരു ഇസ്ലാമിക നിയമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒന്നാണ്. ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമ്മൾ ഒരു അർത്ഥം പറഞ്ഞാൽ ഇത് ദൈവത്തിനുള്ളത്, അള്ളാഹുവിന് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന വസ്തുവകകളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ വഖഫ്. വഖഫിന് വേണ്ടിയുള്ള നിയമങ്ങൾ പിന്നീടുണ്ടായി, അത് ഞാൻ പിന്നെ വിവരിക്കുന്നുണ്ട്. പക്ഷേ വഖഫ് എന്ന് പറയുന്നതിന് അറബി പദത്തിൽ ഉള്ള അർത്ഥം എന്ന് പറയുന്നത് തടഞ്ഞു വെക്കുക, വിലക്കുക, നിർത്തുക തുടങ്ങിയ വാക്കുകളൊക്കെയാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഈ വഖഫ് എന്നുള്ളത് വന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വഖഫ്? ഒരു വരുമാനവും തിരിച്ച് പ്രതീക്ഷിക്കാതെ ദൈവപ്രീതിക്ക് വേണ്ടി, പുണ്യകാര്യത്തിനും അതുപോലെ ദൈവപ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യമോ ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും വഖഫിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഒറ്റ വാക്കിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഈ ദൈവത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന വസ്തുവകകൾ എന്നുള്ളതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖഫ് നിയമം എന്തിനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമർപ്പിക്കപ്പെടുന്ന വസ്തുവകകൾ സംരക്ഷിക്കപ്പെടുക, ഇല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക, ഇല്ലെങ്കിൽ അതിനൊരു ചട്ടക്കൂട് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഈ നിയമങ്ങളിലേക്ക് വരാം. 1995 വഖഫ് നിയമം നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം, ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യമോ ആയി ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾക്ക് നൽകപ്പെടുന്ന ജംഗമ സ്വത്തുക്കളോ സ്ഥാവര ജംഗമ സ്വത്തുക്കളോ ആയ വസ്തുക്കൾ സ്ഥിരമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സ്. അപ്പോൾ സ്ഥിരമായി സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ. പിന്നെ ഇത് എന്ത് ഉദ്ദേശത്തിനാണ് എന്നുള്ളതാണ്. ഉദ്ദേശം ഞാൻ ഒരിക്കൽ കൂടി പറയാം, കാരണം ഈ ചാനൽ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്ന ചാനലല്ല. ഒരിക്കൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ വരികൾക്കിടയിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യമോ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതുകൊണ്ട് ഈ വഖഫ് വസ്തുക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ട്, ജംഗമ വസ്തുക്കൾ ഉണ്ട്. ഇത് രണ്ടുമുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആ രണ്ട് തരം വസ്തുക്കളും സ്ഥിരമായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് വഖഫ് പൂർത്തിയാകുന്നത്. വഖഫ് നൽകുന്ന വ്യക്തിയെ വഖഫി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉള്ള വസ്തു അത് ഈ അള്ളാഹുവിലേക്ക് മാറ്റപ്പെടുന്നു, ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. പിന്നെ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല, പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.
ഇതുകൊണ്ട് സാധാരണ ആളുകൾ സമർപ്പിക്കപ്പെടുന്നത് മതസ്ഥാപനങ്ങൾ നടത്താൻ, അതുപോലെ മുസ്ലിം പള്ളികൾ സ്ഥാപിക്കാൻ, മുസ്ലിം ശ്മശാനങ്ങൾ, ഖബർ സ്ഥാനങ്ങൾ, ഖബർസ്ഥാൻ എന്ന് പറയും, അത് സ്ഥാപിക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ, ഇതിനൊക്കെ തന്നെയാണ് ഈ വഖഫ് സ്വത്തുക്കൾ സമർപ്പിക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ വഖഫ് വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ അഥവാ വഖഫ് നടത്തുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, വസ്തുവിൽ ഈ വഖഫിയായ ആളുകൾക്ക്, അതായത് വഖഫ് നൽകപ്പെടുന്ന വ്യക്തിക്ക് പൂർണ്ണ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. രണ്ടാമത്, ഇത് ആർക്കാണോ നൽകപ്പെടുന്നത്, ആരാണോ ഈ വഖഫ് വസ്തു സ്വീകരിക്കപ്പെടുന്നത്, അവർക്ക് വിൽക്കാനോ അവരുടെ അനന്തരാവകാശികൾക്ക് കൈമാറാനോ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല. വസ്തുവിൻ്റെ വരുമാനം കൊണ്ട്, നൽകപ്പെടുന്ന വസ്തുവിൻ്റെ വരുമാനം കൊണ്ട് പള്ളി നിർമ്മിക്കാം, അതേപോലെ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ നിർമ്മിക്കാം, ഉംറയ്ക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ഹജ്ജിന് സൗകര്യം ചെയ്തു കൊടുക്കാം. ഇങ്ങനെയുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മതപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ തന്നെ ഈ വഖഫ് വസ്തു ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം. പക്ഷേ ഒരിക്കൽ ഈ വഖഫ് വസ്തു നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പുനഃപരിശോധനയുടെ അവസ്ഥ വരില്ല, അഥവാ പുനഃപരിശോധന ഇല്ല എന്നുള്ളതാണ്. അസാധുവാക്കലും ഇല്ല. ഒരിക്കൽ ഇത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് പോലെയാണ് ഇത് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ പെർമനൻ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു അസംഷനിലാണ് ഇത് എത്തുക. 1954 നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഒരു വഖഫ് നിയമം ഉണ്ടായിരുന്നു. ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് വഖഫ് കേന്ദ്രീകരണ വ്യവസ്ഥകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമമാണ്. ഇതിന് 1964 സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1995 എത്തുമ്പോൾ ഈ വഖഫ് ആക്റ്റിലെ നിലവിലുള്ള നിയമങ്ങൾക്ക് ഒരു പരിഷ്കരണം കൊണ്ടുവന്നു. ഈ പരിഷ്കരണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രിബ്യൂണൽ. ഈ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ വഖഫ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രമായുള്ള ഒരു ട്രിബ്യൂണലാണ്. നമ്മുടെ നാട്ടിൽ പല ട്രിബ്യൂണലുകളും ഉണ്ട്. ഇപ്പോൾ LSC ട്രിബ്യൂണൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് മാത്രമായുള്ള ട്രിബ്യൂണൽ ഉണ്ട്, അത് LSC ട്രിബ്യൂണൽ. അതേപോലെ ഈ കേരള സ്റ്റേറ്റ് സർവീസ് ട്രിബ്യൂണലുണ്ട്, ഉദ്യോഗസ്ഥർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമായിട്ടുള്ള ട്രിബ്യൂണൽ. ഇങ്ങനെ പല ട്രിബ്യൂണലുകളും നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതുപോലെ വഖഫ് വസ്തുക്കളുടെ കാര്യങ്ങൾ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുക, അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ട്രിബ്യൂണൽ 1995 ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ഇങ്ങനെ വന്ന ഈ ട്രിബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ അധികാരവും കൽപ്പിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ എവരുടെ ഉത്തരവ്, ഈ തീരുമാനം, വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനം നമുക്ക് പിന്നെ ഹൈക്കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഈ സിവിൽ കോർട്ടിൻ്റെ അധികാരം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വഖഫ് സ്വത്ത് തിരിച്ചു പിടിക്കാനും ഈ വഖഫ് ബോർഡിന് അധികാരം ഉണ്ട്. ഈ വഖഫ് ബോർഡ് പ്രധാനമായും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഈ വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരാതിയെ തുടർന്ന് പരാതി ലഭിക്കുന്ന മുറയ്ക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. പക്ഷേ ഇവിടെ മുനമ്പം പ്രശ്നം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോകുന്നു. മുനമ്പത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് മുനമ്പം ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ളതാണ്. എങ്കിൽ ഇപ്പോൾ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. യഥാർത്ഥത്തിൽ മുനമ്പം ഇഷ്യൂ എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അത് ഒരു അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള, ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ്റെ ചില ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ മുനമ്പത്തെ ഇഷ്യൂവിനെ പെട്ടെന്ന് തന്നെ വളരെയധികം ശ്രദ്ധയിൽ കൊണ്ടുവന്നതും അതൊരു വിവാദമായിട്ടുള്ളതും. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ വിവരിക്കാം. പക്ഷേ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നാൾ വഴി എന്നുള്ളതാണ്. അപ്പോൾ ട്രിബ്യൂണലിന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയിൽ മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ.
ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വഖഫ് പ്രശ്നം വലിയൊരു അളവ് വരെ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാനും ഈ വിവാദങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു കാരണം 2024 ഓഗസ്റ്റ് 8-ന് ഈ വഖഫുമായി ബന്ധപ്പെട്ട വഖഫ് നിയമത്തിൻ്റെ ഒരു ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഈ വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ പാർലമെൻറ്റ് സംയുക്ത സമിതിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ള ചില കാര്യങ്ങൾ, ഈ ഭേദഗതിയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളെയും ഒക്കെ തന്നെ ആശങ്കാകുലരാക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സാധുതയെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഈ രേഖകളില്ലാതെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ വഖഫായി കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഭേദഗതിയിൽപ്പെട്ട ഒരു കാര്യം. അത് ഈ ഭേദഗതിയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുത്തി മറ്റൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതുന്നു. അതുകൊണ്ട് ആ വിഷയം നമുക്ക് മാറ്റിവെക്കാം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇപ്പോൾ സംയുക്ത പാർലമെൻറ്റ് സമിതിയുടെ മുമ്പാകെ ഉണ്ടായിട്ടുള്ള 2024 ഓഗസ്റ്റ് 8-ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കപ്പെട്ടിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല്, ഇതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഭേദഗതികളും ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ വഖഫ് ബൈ യൂസ്, അതായത് വഖഫിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു തര രേഖകളുമില്ലാത്ത, ഈ ഏത് വസ്തു കൈമാറുമ്പോഴും അതിനൊരു രേഖ വേണം, അതിനകത്ത് വഖഫ് ചെയ്യപ്പെട്ട വസ്തു എന്ന് എഴുതി ചേർക്കുകയും വേണം. പക്ഷെ അങ്ങനെ ഇല്ലാത്ത, രേഖകൾ ഇല്ലാത്ത വഖഫ് ഭൂമികൾ ഉണ്ട്. അതിപ്പോൾ വഖഫ് ആയി തന്നെ കണക്കാക്കി പോകുന്നുണ്ട്. ആ ഭൂമി വഖഫായി തന്നെ നിലനിർത്തണോ അതോ അത് തിരിച്ച് കണ്ടുകെട്ടണോ ഇല്ലെങ്കിൽ തിരിച്ചെടുക്കണമോ എന്നുള്ള വിഷയവും ഭേദഗതി ബില്ലിൻ്റെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മുനമ്പത്തെ പ്രശ്നങ്ങളിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞങ്ങ് നിർത്തുന്നു. മുനമ്പത്തെ ഈ വഖഫ് വസ്തു വിറ്റത് കോളേജ് അധികൃതരാണ്. കോളേജ് അധികൃതർ അവരുടെ അറിവോടുകൂടി തന്നെയാണ് വിറ്റിരിക്കുന്നത്. എന്നാൽ അവർക്കിത് ഇതുവരെ ഈ പിന്നെ മുനമ്പത്തെ ഈ മത്സ്യത്തൊഴിലാളികളോ മറ്റുള്ളവരോ ഈ ഭൂമി കൈകാര്യം ചെയ്യുന്നതിലോ അവർക്ക് ഇത് തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ഉള്ള ഒരു പരാതി ഈ കോളേജുകാർ കൊടുത്തിട്ടും ഇല്ല. വില കൊടുത്ത് വാങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ചിലർ കൊടുത്തിട്ടുള്ള ഒരു കേസാണ് ഇതിന് ചില പ്രശ്നങ്ങളായി വന്നിട്ടുള്ളത് എന്ന് മാത്രം ഈ അവസ്ഥയെ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റ് വസ്തുതകൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം. എന്തായാലും വഖഫ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ എപ്പിസോഡുകൾ വരുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ, അല്ലെങ്കിൽ ഈ പിന്നെ വിഷയത്തോട് ആരുടെയെങ്കിലും വക്കാലത്ത് പിടിക്കാനോ ഒന്നുമല്ല. ഇത് യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമേ ഈ ചാനൽ ചെയ്യുകയുള്ളൂ. അത് ഈ വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മുനമ്പം വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നന്ദി.